ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും തടസ്സമില്ലാതെ മാനുഷിക സഹായങ്ങൾ എത്തിക്കാനും ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കാനും അന്താരാഷ്ട്ര ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം ആൽ താനി. സ്പെയിൻ വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാരസുമായുള്ള ഫോൺ സംഭാഷണത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഫലസ്തീനിൽ വെടിനിർത്തലും ബന്ദികളുടെ മോചനവുമായും ബന്ധപ്പെട്ട കരാറിൽ ഇസ്രായേലിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവുമായ ഡോക്ടർ മാജിദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് കാർ ഡീലർ ഷോപ്പ് അടച്ചുപൂട്ടി വാണിജ്യ വ്യവസായ മന്ത്രാലയം. പേളിൽ സ്ഥിതി ചെയ്യുന്ന യുണൈറ്റഡ് കാർസ് അൽമന എന്ന സ്ഥാപനമാണ് ഒരു മാസം അടച്ചിടാൻ ഉത്തരവിട്ടത്. അൽ ഷിഹാനിയ മുനിസിപ്പാലിറ്റിയിൽ ഉപേക്ഷിക്കപ്പെട്ട 73 കാറുകൾ നീക്കം ചെയ്തു. പൊതുശുചിത്വം വർദ്ധിപ്പിക്കുന്നതിനും നഗര സൗന്ദര്യം നിലനിർത്തുന്നതിനുമുള്ള പദ്ധതിയുടെ ഭാഗമായാണ് വാഹനങ്ങൾ നീക്കം ചെയ്തത്.